ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെന്റ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഊട്ടി ട്രിപ്പ് പോവുകയാണ്. എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ആൾക്കാരും ഇല്ലാത്തത്. എൻ്റെ കസിൻസിനെയൊക്കെ ഇനി കൊച്ചിയിൽ പോയിട്ട് പിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ തോപ്പുംപടിയിലോട്ട് പോകുവാണ്. ഈ ട്രിപ്പ് എങ്ങനെയാകും എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. കാരണം ഞങ്ങൾ 5 ഫാമിലിയാണ് പോകുന്നത്. അതിൽ 4 ഫാമിലിക്കും ചെറിയ പിള്ളേരുകളാണ്. 2 വയസ്സിൽ താഴെയുള്ള 3-4 പിള്ളേരുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എന്താവും എന്നറിയത്തില്ല. പെട്ടിയും കുട്ടിയൊക്കെ ഇട്ട് എല്ലാവരും തന്നെ കയറി കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഓരോരുത്തർ കയറുമ്പോഴും പിള്ളേരെ പിടിക്കേണ്ട ഒരു ടാസ്ക് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതുങ്ങളെയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഊട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഊട്ടിയിലോട്ട് കയറി. ഇതേ സൂര്യനൊക്കെ കാണുന്നുണ്ട്. ഊട്ടിയിലേക്ക് വരുമ്പോഴേക്കും കുറേ ഹെയർ പിൻസ് ഉണ്ട്. ആ വഴിയിലൂടെയുള്ള യാത്ര നല്ല രസമാണ്. വഴിയിൽ കുറേ കുരങ്ങന്മാരെയൊക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലാസ്സൊക്കെ ഇട്ടിരിക്കുന്നത് കാരണം ഭയങ്കര തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ സൂര്യനെ കുതിച്ചിരിക്കുന്ന കാരണം ഈ ഒരു സമയത്ത് അങ്ങനെ ആ ഒരു കോടയും മഞ്ഞും ആ ഒരു വലിയ തണുപ്പില്ല കേട്ടോ. ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്. ശരിക്കും ഇന്നലെ വണ്ടി കണ്ടപ്പോഴേക്കും ഏതോ അംഗൻവാടിയിൽ നിന്ന് ടൂർ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും പിള്ളേരായിരുന്നു. ഇപ്പം എല്ലാം കിടന്ന് ഉറക്കോട്ടെ. രാത്രിയിൽ കുറേ സമയം വൈകി ഇതുങ്ങൾ ഉറങ്ങാനായിട്ട്. ഉറക്കൊണീറ്റ് വന്നേക്കണേന് ഐരു ഐരു ഐരു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു കോട്ടേജാണ് കേട്ടോ. 5 പേർക്ക് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇതേപോലത്തെ 2 പോർഷനായിട്ടാണുള്ളത്. അപ്പുറത്തെ സൈഡിൽ എനിക്ക് തോന്നുന്നു 3 ഫാമിലിക്ക് താമസിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 8 ഫാമിലിക്കൊക്കെ നല്ല ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാം. നല്ല അടിപൊളി റൂമുകളൊക്കെയാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നല്ലൊരു ഗാർഡൻ ഏരിയ ഉണ്ട്. അതുകൂടാതെ അടിപൊളി വ്യൂവും ആണ്. നമുക്കിവിടെ നിന്ന് പിക്സ് എടുക്കാനാണെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും നല്ലൊരു പ്രൈവസിയൊക്കെ ഉള്ള ഒരു കോട്ടേജ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മുമ്പിലായിട്ട് ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, സുവനീറൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് പോലത്തെ കുറേ നല്ല ഭംഗിയുള്ള കുറേ ഹോം ഡെക്കറൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 3 റൂമാണ് ആദ്യമായിട്ട് അവർ ക്ലീൻ ചെയ്ത് തന്നത്. പിന്നീടുള്ള 2 റൂമിൽ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞിട്ട് ഗസ്റ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് 3 റൂം ധാരാളമാണ്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഡേ കെയറിൽ നിന്ന് ടൂർ വന്നേക്കണ പോലെ ഉണ്ടെന്ന്. അവിടെ നഴ്സറി ക്ലാസ്സിൽ പിള്ളേർ ഇരിക്കണ പോലെ ഒക്കെ ഇരിപ്പുണ്ട്. എക്കത്തിന് മൊബൈൽ മതിയേ, വേറെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ഗതികേടുമ്പോൾ നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഈ ഒരു റൂമാണ് ഇതിൽ ഏറ്റവും വലിയൊരു റൂം. അത് ഞാൻ തന്നെ എടുത്തിട്ടാണ്. കാരണം എൻ്റെ മക്കൾ വലുതാണ്. അപ്പോൾ എനിക്കിവിടെ എക്സ്ട്രാ ബെഡ് ചോദിച്ചപ്പോഴേക്കും അവർ എക്സ്ട്രാ ബെഡ് ഇല്ല പറഞ്ഞു. അപ്പോൾ ഈ റൂമാണ് നമ്മളെടുത്തത് കേട്ടോ. ഈ റൂമിൽ നിന്ന് ഒരു ബാൽക്കണി പോലെ നമുക്ക് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ രാവിലെ വന്നപ്പോഴേക്കും ചെറിയൊരു തണുത്ത കാറ്റൊക്കെ അങ്ങ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഒത്തിരി അങ്ങ് തണുത്ത് വിറച്ചൊന്നും പോകുന്നൊന്നുമില്ല. അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ഇല്ല. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്. അത്രയും വെയിലും കാര്യങ്ങളൊക്കെയാണ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ തണുപ്പില്ല. ഊട്ടിയുടെ അത്യാവശ്യം ഭംഗിയൊക്കെ നമുക്ക് ഈ ഒരു കോട്ടേജിൽ നിന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ കോട്ടേജിൻ്റെ പരിസരങ്ങളൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ചുറ്റും നടക്കാനൊക്കെ പറ്റും. നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവർ ചെയ്തു തരും. അതിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന പാക്കേജിൽ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞു. അപ്പോൾ അവരത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഇതിനടുത്ത് തന്നെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും കേട്ടോ. ഈ ഒരു ഭാഗത്താണ് മറ്റേ ഒരു നെക്സ്റ്റ് പാർട്ടില്ലേ, ഇവിടെ 2-3 ഫാമിലിക്ക് താമസിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ അകത്ത് 2-3 ഗസ്റ്റ് ഉണ്ട് അവർക്ക്. അത് കാരണം ഞാൻ അകത്തോട്ട് കയറിയില്ല. ഈ സൈഡിൽ കൂടി പോകുമ്പോഴാണ് ഇവിടുത്തെ കിച്ചൺ. പിന്നെ നമുക്ക് ഈ കുട്ടികളായിട്ടൊക്കെ വരുമ്പോഴേക്ക് വല്ല പാലോ ചൂടുവെള്ളമോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവരത് നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേട്ടന്മാരാണ് എല്ലാവരും തന്നെ. നല്ല അടിപൊളി സ്ഥലമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം കുട്ടികളായിട്ടൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ കുറേ ടോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അതും ഇതുമൊക്കെ വേണമെന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. പുറത്തേക്ക് പോകണമല്ലോ നമുക്കിനി. അപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ. ദോശയും ചമ്മന്തിയും സാമ്പാറും പിന്നെ പാൽക്കാപ്പിയും ഉണ്ട്. നല്ല ചൂട്
കാപ്പിയൊക്കെ ആയിരുന്നു. ഈ തണുപ്പത്ത് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് നല്ല രസം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലേസിലോട്ടൊക്കെ പോകണം. എല്ലാവരും റെഡിയായിട്ട് വന്നിട്ട് വേണം അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകണതൊക്കെ തീരുമാനിക്കാനായിട്ട്. എന്താകുമോ എന്തോ. അങ്ങനെ എല്ലാവരും റെഡിയായി വണ്ടി കയറി കേട്ടോ. അയറൊക്കെ അതേ തുടങ്ങിയിട്ടുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാനൊക്കെ. ഞങ്ങൾ നേരെ ബോട്ടിങ്ങിനാണ് കേട്ടോ പോണത്. പൈക്കാര ബോട്ടിങ്ങിലാണ് കേട്ടോ പോയിരിക്കുന്നത്. പൈക്കാരയിലുള്ള ഈ ഒരു ബോട്ടിങ്ങില്ലേ, ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സൂപ്പർ വൈബായിരുന്നു കേട്ടോ. ഈ ഒരു ലേക്കിൻ്റെ കളർ കണ്ടോ, നല്ല നീല കളറിലുള്ള വെള്ളമാണ്. അതും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നിങ്ങൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു സ്പീഡ് ബോട്ട് ചൂസ് ചെയ്യണം കേട്ടോ. ഈ സ്പീഡ് ബോട്ട് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ നിറയെ ഉണ്ട് കേട്ടോ, പക്ഷേ ഭയങ്കര ക്യൂ ആണ്. നമുക്ക് ഒത്തിരി സമയം എടുക്കും ആ ഒരു ടിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു ബോട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും കുട്ടികളുള്ള കാരണം ഞങ്ങൾ 2 ബോട്ട് ആണ് ചൂസ് ചെയ്തത്. 2 പാർട്ടായിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത് കേട്ടോ ഈ ബോട്ടിൽ. ഇതിൽ സ്പീഡ് ബോട്ട് നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോഴുണ്ടല്ലോ നമ്മുടെ ബോട്ട് വല്ലാണ്ട് ഷേക്ക് ആകും കേട്ടോ. അത് ഭയങ്കര ഒരു ത്രില്ലിങ് ആയിരുന്നേ. പിന്നെ ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ആടി. ഈ ഒരു സ്റ്റെപ്പ് കയറ്റമില്ലേ, അതും കുറച്ച് ടാസ്ക് ആയിരുന്നു. ഈ കുട്ടികളെയൊക്കെ പിടിച്ച് കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നേ. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തൊരു ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ ഇത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. കാരണം വെയിലും പിള്ളേരൊക്കെ ആകെ അലമ്പുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം റൂമിലോട്ട് വന്നു. ഒരു 5 മണിയൊക്കെ കൊള്ളിച്ച് ഞങ്ങൾ റൂമിൽ വന്നായിരുന്നേ. ഞങ്ങളുടെ കൂട്ടത്തിലെ വേടൻ മുയലും കുഞ്ഞിനെ വെടിവെച്ചിടാൻ നോക്കണേ. ക്യാമ്പ് ഫയർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കത് സെറ്റ് ചെയ്ത് തരും. എക്സ്ട്രാ 1000 റുപ്പീസ് കൂടി നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ട്. എന്താണെങ്കിലും വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഉണ്ടായില്ല, വേറെ കുറേ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. എന്നാൽ ഇതായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേരൊക്കെ നല്ല ജില്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണേ. പാട്ടും ഡാൻസൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇതുങ്ങൾക്ക്. അപ്പോൾ അതുങ്ങളൊക്കെ എൻജോയ് ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ക്യാമ്പ് ഫയർ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ട്രിപ്പിലൊരു ക്യാമ്പ് ഫയർ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഊട്ടി പോലുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ട്. രാത്രിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. കാരണം രാവിലത്തെ ചൂടിനെ അമ്മാതിരി കോംപ്രമൈസ് ചെയ്യണ പോലെയാണ് രാത്രിയിലത്തെ തണുപ്പ്. വായിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്മോക്ക് വരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അന്നൂസും റേബയും ഭയങ്കര കളിയാട്ടോ. റേബ പാട്ട് വെച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല. 14 രാവിൻ്റെ തിറ പോലെ വന്നല്ലോ, ആ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ ഡാൻസ് കളിക്കണേ. എന്താണെങ്കിലും വേറെ ഒരു സ്ഥലം കണ്ടില്ലെങ്കിലും ക്യാമ്പ് ഫയർ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പിള്ളേരും നല്ല ഡാൻസായിരുന്നു. പിള്ളേരൊക്കെ നല്ല വൈബായിരുന്നു. പിന്നെ നമുക്ക് നൈറ്റ് നമുക്ക് ഫുഡ് ഇവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നു. അത് പെപ്പർ ചിക്കനും ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു ചിക്കൻ കറി, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നേ. കുറേ നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പോയി കിടന്നത് കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് ധൃതി പിടിച്ച് എഴുന്നേക്കണം എന്നുള്ള പരിപാടിയേ ഇല്ല. കാരണം നമ്മുടെ ഇഷ്ടത്തിനാണ് പോണത്. അത് കാരണം തന്നെ നമുക്ക് സമാധാനത്തിൽ എഴുന്നേറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞത് തന്നെ വലിയ ആശ്വാസമാണ്. അങ്ങനെ ഞങ്ങളൊരു 8 മണി ഒക്കെ ആയപ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റത്. ഞാൻ ഇവരുടെ കൂടെ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, വടയും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് എല്ലാവരും തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഫോട്ടോ എടുക്കൽ സെക്ഷനാണ് കേട്ടോ. എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസും പിന്നെ കുറച്ച് കളികളൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഇനി ഗാർഡൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. ഞങ്ങളൊരു ഗെയിം പ്ലാൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഒരു വായിലിങ്ങനെ വെള്ളം വെച്ചിട്ട് എന്തോ ഒരു പാട്ട് പാടുന്ന ഒരു ഗെയിം. അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ പാട്ട് കേട്ടിട്ട് റെബയുടെ അപ്പയും അമ്മയൊക്കെ ഡാൻസാണേ. പിന്നെ ഓരോരുത്തർ റെഡിയാകണവർ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കണം. ഓരോ പിള്ളേരെ പിടിച്ചാലാണ് അതിൻ്റെ അമ്മമാർക്ക് റെഡിയാകാൻ പറ്റത്തുള്ളൂ. അത് കാരണം തന്നെ ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏത് ഡാൻസാണെന്ന്. ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഇനി ആ ഒരു ഗാർഡൻ്റെ ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത്. അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ടെങ്കിൽ അത് എല്ലാവരും കൂടി ഒരുമിച്ച് ബോട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങളാരും ചെയ്യണില്ല, എന്നാലും നിറയെ കുതിരകളൊക്കെ ഇട്ട് ആൾക്കാർ പോകുന്നത് കാണാം. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് ഭാഗത്തേക്കാണെങ്കിലും നമുക്ക് ഇങ്ങനെ കുറച്ചധികം നടക്കാനുണ്ടാവും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് നടക്കണ പോലെയല്ല, ഈ പിള്ളേരെ എടുത്തിട്ട് നടക്കുമ്പോഴേക്കും നമ്മൾ നല്ല ടയർഡാവും. ഈ ഒരു വെള്ളക്കുതിര കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ദൂരെ നിന്ന് ഞാൻ അതിനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ആ എൻട്രിയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയേക്കട്ടെ. ഇവിടെ നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. തമിഴ്നാട് ടൂറിസം ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ നമുക്കൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ.
ഊട്ടിയിൽ വരുന്ന എല്ലാവരും തന്നെ ഈ ഒരു ഭാഗത്ത് വരാതിരിക്കത്തില്ല കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോൾ വന്നാലും. ഇന്നലെ ഞങ്ങൾ പോയ ആ ബോട്ടിങ്ങില്ലേ പൈക്കാര, ആ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്ത് അത്ര തിരക്കുണ്ടായില്ല. നമുക്കധികം ക്യൂ പോലും നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ നല്ല തിരക്കാണ്. നമുക്ക് എൻട്രി ഫീസ് എടുക്കാൻ തന്നെ കുറച്ച് നേരം അവിടെ ക്യൂ നിന്നിട്ടാണ് എടുത്തത്. അയ്യോ, ഇവിടെ ഒരു ഡോഗി നിൽക്കണ നോക്കിയേ, നല്ല രസമാണ്. നല്ല അനുസരണയോടുകൂടി നിൽക്കണം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. എൻട്രി ഫീസ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കിടക്കുവാണ് കേട്ടോ, ആ എൻട്രിയുടെ ആ ഒരു ഭാഗത്തേക്ക്. ഞാനോർത്ത് ഭയങ്കര തിരക്കായിരിക്കും. നല്ല ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ അകത്തോട്ട് കയറാത്തവർ. നമ്മളോർക്കും ഭയങ്കര തിരക്കായിട്ടാണെന്ന് ഓർക്കും. അങ്ങനെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേക്കും അധികം തിരക്കുണ്ടായില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചേട്ടൻ വീണ്ടും ഒരു ചെക്കിങ് ഉണ്ട്. ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരെണ്ണമൊക്കെ നോക്കിയിട്ട് അങ്ങനെ നമ്മളെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് കേട്ടോ. ഈ ഒരു പ്ലേസിൽ ഞാൻ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് എനിക്ക് എണ്ണമില്ല കേട്ടോ. അത്രയും പ്രാവശ്യം ഞാൻ ഈ ഊട്ടിയിൽ വരുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ട്, അപ്പോൾ എല്ലാ കൊല്ലം തന്നെ ഞങ്ങൾ ഈ ഊട്ടി സന്ദർശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വന്നാലും ഈ ഒരു ഭാഗത്ത് വരുകയും ചെയ്യും. ചെറിയൊരു ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്. പിള്ളേർക്കുള്ള കളിപ്പാട്ടമാണെങ്കിലും ലേഡീസിനുള്ള ഇയർ റിങ്സ്, പേഴ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ നിന്ന് കുറച്ച് ഇയർ റിങ്സൊക്കെ എപ്പോൾ വരുമ്പോഴും ഞാൻ മേടിക്കും. ചെറുത് നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു വലിയ ബോട്ട് എടുത്തിട്ട് എല്ലാവരും കൂടി പോകാമെന്നും പറഞ്ഞാണ്. അങ്ങനെ ഒരു ബോട്ടിൻ്റെ റേറ്റ് ചോദിച്ചപ്പോഴേക്കും റേറ്റ് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ആ ബോട്ട് കിട്ടാനായിട്ട് 1 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്ത് നൈസായിട്ട്. കാരണം 1 മണിക്കൂർ ഈ പിള്ളേരെയും പിടിച്ച് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കും പറ്റണ കാര്യമല്ല. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പ്ലാനിങ്ങും തെറ്റും. കാരണം നമുക്ക് 5 മണിക്ക് ഉദകമണ്ഡലം ആ ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ട്രെയിനുണ്ട്. ട്രെയിനിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. അത് കുണൂർ വരെയാണ്. മേട്ടുപ്പാളയം വരെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. വളരെ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ടാണ് നമുക്ക് കുണൂർ വരെയെങ്കിലും കിട്ടിയത് കേട്ടോ. ഊട്ടിയിലെ ടോയ് ട്രെയിൻ യാത്ര ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ അതും ഒരു ത്രില്ലായിട്ടിരിക്കുവാണ്. അതിനിടയിൽ നമുക്കിനി കുറച്ച് ഊട്ടി ചോക്ലേറ്റ്സ്, ഊട്ടി വർക്കി ഇതൊക്കെ മേടിക്കണം. അപ്പോൾ അതിന് ആ വൃന്ദാവൻ ഗാർഡൻ്റെ സൈഡിലുള്ള കുറേ ഷോപ്പുണ്ടല്ലോ, അവിടെ നിന്ന് മേടിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അതിനിടയിൽ ഇനി ഭക്ഷണം കഴിക്കണം. ഈ പിള്ളേരെ എല്ലാവരും മാറി മാറി എടുത്തുകൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും ഇതൊരു ടാസ്ക്കാണ്. ആദ്യയുടെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ വരും, എൻ്റെ കയ്യിൽ നിന്ന് ആദ്യയുടെ കയ്യിലോട്ട് പോകും. ഇപ്പോൾ ജെയ്സൻ്റെ കയ്യിൽ റേബ, ഇങ്ങനെ മൊത്തം ഇതുങ്ങളെയും പിടിച്ചുകൊണ്ടുള്ള അലച്ചിലാണ് വല്ലാത്ത കഷ്ടം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഇവിടെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് എന്ത് ഫ്രഷായിട്ടാണ് നിൽക്കുകയല്ലേ. ചെടികൾ ഇഷ്ടപ്പെടുന്നവർ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എന്തോ പ്രാന്ത് പിടിച്ച പോലെ ഇപ്പോൾ. എനിക്കിവിടുത്തെ എല്ലാ കടയിലും ഒന്ന് കയറി ഇറങ്ങിയാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിങ്. അപ്പോൾ ഞാനിങ്ങനെ ഐറനെയും പിടിച്ചുകൊണ്ട് ഒരു കമ്മലൊക്കെ നോക്കാമെന്ന് കരുതി കയറിയതാട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ഇവിടെ നിന്ന് മേടിച്ച പേഴ്സൊക്കെ. ഞാൻ 2 സ്റ്റഡ് ഇവിടെ നിന്ന് എടുത്തിട്ട് നല്ല ചെറിയ കമ്മലുകൾ, നല്ല ഭംഗിയുള്ള വെറൈറ്റി കമ്മലുകളൊക്കെ കിട്ടും. എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും നമ്മൾ ഏത് സ്ഥലത്ത് വന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ബാഗൊക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇത് കാണുമില്ലേ, അപ്പോൾ ഒരു സന്തോഷമാണ്. ഇവിടെ ഉണ്ടല്ലോ കുറേ ആൾക്കാർ വന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ ആക്സസറീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബട്ടർഫ്ലൈ, പിന്നെ അപ്പുറത്തേക്ക് മാറിയിട്ട് വേറെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ മിക്കവരും ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ആ ഊട്ടിയുടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നല്ല പിക്കൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ് ചെയ്യുന്നവരെ കാണാൻ പറ്റും കേട്ടോ. ലേക്കിൻ്റെ കുറേ നല്ല വ്യൂസ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. ഭയങ്കര ഭംഗിയാട്ടോ. അത് എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു റീഫ്രഷ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ഇതേ ഈ ഭാഗത്തുനിന്ന് പയ്യെ പോകുക കേട്ടോ. പുറത്തേക്ക് പോകാനുള്ള വഴിയാണിത്. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നല്ല ഫുഡൊക്കെ കിട്ടും. ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ കയറിയിട്ടുണ്ട്, ഇപ്രാവശ്യം കയറിയില്ല. അങ്ങനെ ഇവിടെ 7Dയും പിന്നെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. മിറർ മെയ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിള്ളേരൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കാമെന്ന് കരുതി ഇവിടെ കുറച്ച് ഗെയിംസിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുവാണേ. ഇവിടെ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയതുണ്ട്. പിന്നെ എന്തുട്ടാണ് 3D പോലത്തെ സംഭവമില്ലേ, ഇങ്ങനെ കണ്ണിൽ വെച്ചിട്ടുള്ള അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അവർ കളിക്കാമെന്ന് കരുതിയിട്ട് വന്നേക്കുവാണേ. കുറേ സക്കലൻസൊക്കെ ഉള്ളൊരു ഗാർഡനാണ്. പക്ഷെ അവരവിടെ ഫോട്ടോയും വീഡിയോയും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എടുത്തത് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞാ ഇവിടെ ഷൂട്ട് ചെയ്യണ ഗെയിമുണ്ട്. ഞാൻ വന്നപ്പോഴേക്കും അതിൻ്റെ പ്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആദ്യക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ ഇത് ചെയ്യാൻ വേണ്ടി പോകണ്ട. അവൻ എത്ര ഇടിച്ചിടും നോക്കണം.
അതിനൊന്നും അടിച്ചിട്ടില്ല. ഭക്ഷണം 4 മണിയാവും. 5 മണിക്ക് ട്രെയിൻ, 5 മണിക്ക് എന്താണെങ്കിലും മേടിക്കണമെന്ന് പറയണ്ടേ? നിങ്ങളുടെ സമയം അവിടെ ഈ സംഭവം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനി നെക്സ്റ്റ് ടൈം ആവട്ടെ. എന്തോ തലയുടെ മേളിൽ കൂടി ഇങ്ങനെ പരുന്ത് എന്തൊക്കെയോ ഇങ്ങനെ പറന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കണതാണെന്ന് അവൻ പറഞ്ഞത്. അങ്ങനെ പിള്ളേരെയൊക്കെ ഒരുമാതിരി എൻ്റർടൈൻ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നേരെ ഇനി ഊണ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് കുതിര സവാരിക്കുള്ള കുതിരകളെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് തന്നെയാണ് ഈ ഒരു ഹോഴ്സ് റൈഡിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടി നമുക്കിത് പുറത്തേക്കും അകത്തേക്കൊക്കെ നമുക്ക് കടക്കാട്ടോ. നമ്മുടെ ട്രാവലർ വരാൻ വേണ്ടി കാത്തു നിന്നാ കേട്ടോ. അപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിലായിരുന്നു. ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടോ. ഈ പ്ലമ്മും ലിച്ചിക്കൊക്കെ ഭയങ്കര അപാര ടേസ്റ്റാണേ. പിന്നെ നമ്മുടെ ഊട്ടിപ്പൂ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് കാണുന്ന തന്നെ ഒരു കൗതുകമുള്ളേ. ഞാൻ വിലയൊക്കെ ചോദിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ്. കാരണം എപ്പോഴും മേടിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഉണങ്ങി പിന്നെ അതവിടെ വീണ് ആകെ അലമ്പാവും. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി എന്റർടൈൻമെന്റ് വീണ്ടും ആരംഭിച്ചിട്ടാ. പാൽക്കുടങ്ങൾ നിനക്ക് വേണ്ടിയില്ല പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ വെച്ച പാടിച്ചാലല്ലേ പഞ്ചമല്ലേ അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഞാൻ ഫിഷ് കറി മീൽസാണ് പറഞ്ഞത്. പിള്ളേർ ബിരിയാണി അങ്ങനെ എന്തോ ആട്ടോ പറഞ്ഞത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. മീനൊക്കെ നല്ല ഫ്രഷായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ പിള്ളേരായിട്ടുള്ള കുറച്ച് കഷ്ടപ്പെട്ടാണ് കഴിച്ചത്. ഒന്നാമത്തത് ഇതുങ്ങൾക്കൊക്കെ ആ ഒരു സമയം തെറ്റിക്കഴിയുമ്പോൾ പിള്ളേർക്ക് വിശപ്പും പിന്നെ അടങ്ങിയിരിക്കത്തുമില്ല. ഇത് കണ്ട ഇനിയിപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് വൃന്ദാവൻ്റെ അങ്ങോട്ട് നടക്കുവാണ്. എല്ലാ സ്ഥലത്തേക്കും നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് നടക്കണം. അത് കുറച്ച് ടാസ്ക്കാണ്. ഈ കൊച്ചുങ്ങളായിട്ട് നടക്കുമ്പോഴേക്കുമേ മൊത്തത്തിൽ എല്ലാവരും ടയേർഡുമാണ്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ട്. ഈ ഭാഗത്ത് ഒത്തിരി കടകളുണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും പിന്നെ നമ്മുടെ മഫ്ലർ പോലത്തെ ഉടുപ്പുകളും എല്ലാം ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് തന്നെ ചോക്ലേറ്റും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കാൻ പറ്റും. വൃന്ദാവൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടംമാതിരി ഫ്രൂട്ട്സ് കടകളുണ്ട് കേട്ടോ. ഈ ഒരു ഗാർഡനിലേക്ക് കയറണമെങ്കിലും ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജെയ്സൺ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് കുറച്ച് സമയമുള്ള കേട്ടോ. കാരണം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 5:15 നമ്മുടെ ട്രെയിൻ. ഒരിത്തിരി പേര് ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞാണേ. ഈ ഏരിയ മൊത്തം ഷോപ്പിങ്ങിനായിട്ടുള്ളതാണ് കേട്ടോ. എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിൽക്കാനായിട്ട് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുവാണേ. ഇവിടെ എപ്പോൾ വന്നാലും നല്ല തിരക്കായിരിക്കും കേട്ടോ. കാരണം ഇതാണ് ഈ ഊട്ടിയിലുള്ള മെയിൻ ഒരു ടൂറിസ്റ്റ് പ്ലേസ്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെയാണ് കർണാടക ഗാർഡൻ. കർണാടക ഗാർഡൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ പോയത് കാരണം അങ്ങോട്ടേക്ക് പോയില്ല. ഇപ്പോൾ വൃന്ദാവനിൽ വന്നിട്ട് ഇനി നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ എത്തിയിട്ട് ഒന്ന് ഇരിക്കാനായിട്ടൊരു പ്ലേസ് നോക്കി എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോയും കൊടുക്കുക. ആ ഒരൊറ്റ മൈൻഡുള്ള കേട്ടോ. അങ്ങ് അറ്റത്തേക്കൊന്നും ആരും പോണില്ല. കാരണം പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങോട്ട് അറ്റം വരെ ഇതിൽ കുറേ നടക്കാനുണ്ട് അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ. പിന്നെ ഇവിടെ തന്നെ ഒരു ഗ്ലാസ് ഗാർഡൻ അങ്ങനെ എന്തോ ഉണ്ട് റോസിൻ്റെയൊക്കെ. പക്ഷെ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നമ്മൾ കുറച്ചങ്ങ് നടന്നിട്ട് ഏതെങ്കിലും ഒരു പുല്ലും പുറത്ത് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഊട്ടിയിൽ വന്നിട്ട് അധികം സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യാനായിട്ട് ഇപ്രാവശ്യം സാധിച്ചില്ല. അപ്പോൾ ഇവിടെയെങ്കിലും ഒന്ന് കയറിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് വന്നത് കേട്ടോ. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ പോകാൻ തോന്നണമില്ല. അത്രയ്ക്ക് നല്ല തണുത്ത കാറ്റും ഭയങ്കര നമുക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അങ്ങനെ പക്ഷേ നമുക്ക് അധികം നേരം ഇരിക്കാനും പറ്റില്ല.
നമ്മുടെ ട്രെയിനിൻ്റെ ടൈം ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരാം എന്നുള്ള മൈൻഡാണ്. പക്ഷെ ഇവിടെ വന്നിരുന്നിട്ട് നല്ല സുഖമാണ്. പിള്ളേരൊക്കെ ഉറങ്ങുകയും ചെയ്ത് എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഒന്ന് ശാന്തമായിട്ട് എല്ലാവരും ഇരുന്നത്. കാരണം എല്ലാവരുടെയും കയ്യിൽ ഉറങ്ങിക്കിടക്കണ പിള്ളേരാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് കുറച്ചധികം നേരം ഇരിക്കാൻ പറ്റിയിട്ടാണ്. പക്ഷേ നമുക്ക് സമയമില്ല. അത് കാരണം നമ്മൾ പെട്ടെന്ന് പോയി. അപ്പോൾ കുറച്ച് പേര് അങ്ങ് ദൂരയിലോട്ട് പോയി കുറച്ച് ഫോട്ടോയും റീലൊക്കെ ചെയ്യണം എന്നും പറഞ്ഞ് കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ഷോപ്പിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് ഊട്ടി വർക്കിയൊക്കെ മേടിക്കണം. ഒരു ബിസ്ക്കറ്റാണ് ഈ ഊട്ടി വർക്കി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ യൂക്കാലിപ്സിൻ്റെ തൈലം അതൊക്കെ നമുക്കിവിടെ കിട്ടും. എന്ത് വേണമെങ്കിൽ എടുത്തോളെ. 1 കിലോ എടുക്കണല്ലേ അക്ക? 1 കിലോ 1/2 കിലോ എനിക്കൊരു ലിച്ച് തരോ? ഇവരുണ്ടല്ലോ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഫുഡ് വരും. ഇവരൊരു ലിച്ച് തന്നിട്ട് അത് തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഒടുക്കത്തെ ടേസ്റ്റ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ലിച്ചിയും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്നുണ്ടല്ലോ ഓട്ടോ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ഭയങ്കര ട്രാഫിക്കായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 3 ഓട്ടോ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് വന്നേക്കുവാണ്. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ലാസ്റ്റ് സ്റ്റേഷനാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ കയറിയിട്ട് കൂണൂർ പോയി ഇറങ്ങും. അതിൻ്റെ ഇടയിൽ 4 സ്റ്റേഷനുണ്ട്. കേത്തി, വില്ലിംഗ്ടൺ, പിന്നെ വേറെ എന്തോ ഒരു സ്റ്റേഷൻ കൂടിയുണ്ട്. അപ്പോൾ ഒരു 1.25 മണിക്കൂറൊക്കെ എടുക്കും എന്നാണ് പറയുന്നത് കേട്ടോ ട്രെയിനിൽ. അപ്പോൾ നമ്മുടെ ട്രാവലർ നേരെ കൂണൂർക്ക് പോയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് സമയത്തായിട്ട് എത്തിയത്. ഇവിടെ എത്തിയൊരു 10 മിനിറ്റ് പോലും ആയില്ല. അതിന് മുമ്പ് തന്നെ ട്രെയിൻ വന്നു തുടങ്ങിയേ. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു ടോയ് ട്രെയിൻ യാത്ര മേട്ടുപ്പാളയം വരെയാണ് കേട്ടോ ഉള്ളത്. അവിടെ വരെ എത്താനായിട്ട് എത്ര സമയം എടുക്കും എന്നറിയില്ല. കുണൂർ വരെ ഏകദേശം 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുണൂർ എത്തിയായിരുന്നു. ഊട്ടിയിലെ ഈ ഒരു ടോയ് ട്രെയിൻ യാത്ര ഏറെക്കുറെ വിനോദസഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട് കേട്ടോ. നീലഗിരി മലകൾക്കിടയിലൂടെയുള്ള ഈ ഒരു യാത്ര ഊട്ടിയുടെ എല്ലാ ഭംഗിയും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കുണൂർ എത്തുന്നതിന് മുമ്പ് 3-4 സ്റ്റേഷനുകളുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേഷനുകളിലെല്ലാം ഇത്തിരി നേരം മാത്രമേ ട്രെയിൻ പിടിച്ചിടുള്ളൂ. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ടണലുകൾ വരും. ഈ ടണലുകൾ വരുമ്പോഴേക്കും ഈ ഒരു യാത്രയുടെ എനർജി കുറച്ചധികം അങ്ങ് കൂടുന്ന പോലെ തോന്നും. ഭയങ്കര ആരവത്തോടു കൂടിയാണ് ഈ ടണലിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് കേട്ടോ. നമ്മൾ അറിയാതെ വെച്ചെടുത്ത് പോകും. എന്താണെന്നറിയാൻ പാടില്ല. അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. എല്ലാവരും ഇതേപോലുള്ള കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നല്ലോ, കൊച്ചുങ്ങളൊക്കെ ഉണ്ടായത് കാരണം. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷനെത്തിയ എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ബാഗിലുള്ളത് ലാസ്റ്റ് ഷോപ്പ് ചെയ്ത സാധനങ്ങളുള്ള ബാഗുകളാണ് കേട്ടോ. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രാവലർ ഈ സ്റ്റേഷനിൽ വന്ന് കിടപ്പുണ്ട്. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി കോയമ്പത്തൂർ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് സ്റ്റാർ ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് നോക്കും. ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് കഴിക്കണം നൈറ്റ് ഫുഡായിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പാട്ട് ഡാൻസൊക്കെ ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഊട്ടി ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.